ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും നഷ്ടപ്പെട്ടപ്പോഴും ശ്രുതിയുടെ പ്രതീക്ഷയായിരുന്നു ജെൻസൺ. ഉറ്റവർ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ചേർത്തുപിടിച്ച പ്രിയതമൻ ജെൻസനായിരുന്നു ശ്രുതിയുടെ ആത്മവിശ്വാസവും കരുത്തും. ഒടുവിൽ വാഹനാപകടത്തിന്റെ രൂപത്തിൽ വിധി ജെൻസനെയും കൊണ്ടുപോയി. പ്രതിശ്രുത വരൻ ജെൻസന്റെ മരണവിവരം ശ്രുതിയെ ബന്ധുക്കൾ അറിയിച്ചു. ജെൻസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് ശ്രുതി എത്തി. കൽപ്പറ്റയിലെ ആശുപത്രിയിലായിരുന്നു ശ്രുതി ചികിത്സയിലുണ്ടായിരുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ജെൻസന്റെ മരണവിവരം ശ്രുതി അറിയുന്നത്. തുടർന്ന് ജെൻസൺ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലേക്ക് ശ്രുതിയെ എത്തിക്കുകയായിരുന്നു. അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. വാഹനാപകടത്തിൽ 9 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഉൾപ്പെടെ ശ്രുതിയും ജെൻസനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലക്ക് പരിക്കേറ്റ ജെൻസനെ അടിയന്തരമായി മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ജെൻസന് തലക്കും മുഖത്തുമാണ് ഗുരുതരമായ പരിക്കേറ്റത്. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലായിരുന്നു ജെൻസൺ. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപമായിരുന്നു അപകടം. ശ്രുതിക്ക് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ സർജറി ചെയ്തിരുന്നു.